കോൺഗ്രസ് നേതാവും എംപിയുമായ രാഹുൽ ഗാന്ധിക്കെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുകയാണ് ബി.ജെ.പി. ഭരണഘടനയുടെ പേരിൽ നുണ പ്രചരിപ്പിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് ബി.ജെ.പി. പരാതി നൽകിയിരിക്കുന്നത്. സംസ്ഥാനങ്ങൾക്കിടയിൽ ഭിന്നത സൃഷ്ടിക്കാൻ രാഹുൽ മനഃപൂർവ്വം ശ്രമിച്ചു എന്നാണ് ആരോപണം. വിഷയത്തിൽ ബി.ജെ.പി. നേതാക്കൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരെ നേരിട്ട് കണ്ടു. മുംബൈയിൽ കഴിഞ്ഞയാഴ്ച രാഹുൽ നടത്തിയ പ്രസംഗത്തിലെ ഒരു ഭാഗം പെരുമാറ്റച്ചട്ടത്തിന്റെ നഗ്നമായ ലംഘനമാണെന്ന് ബി.ജെ.പി. പ്രതിനിധി സംഘം കമ്മീഷനെ നേരിൽ കണ്ട് രേഖാമൂലം പരാതി നൽകി. മഹാരാഷ്ട്ര സംസ്ഥാനത്ത് നിന്ന് മറ്റ് സംസ്ഥാനങ്ങൾ അവസരങ്ങൾ തട്ടിയെടുക്കുന്നുവെന്നും പിടിച്ചുപറിക്കുന്നുവെന്നുമാണ് രാഹുൽ തെറ്റായി ആരോപിച്ചത് എന്ന് പറയുന്നു. മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറെ സന്ദർശിച്ച ബി.ജെ.പി. നേതാക്കളുടെ സംഘം വിഷയത്തിൽ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. രാഹുലിന്റേത് പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമാണെന്നായിരുന്നു ബി.ജെ.പി. ആരോപണമുയർത്തിയത്. ഇതുകൂടാതെ രാഹുൽ ഗാന്ധിക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്നും ബി.ജെ.പി. ആവശ്യപ്പെട്ടിട്ടുണ്ട്. നുണ പ്രചരിപ്പിച്ച സംഭവത്തിലാണ് ഈ നടപടി. കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് ഇത് സംബന്ധിച്ച് വാർത്ത പുറത്തുവിട്ടത്. നവംബർ 6-ന് നടത്തിയ പരാമർശങ്ങളിലും ഭരണഘടനയുടെ പേരിൽ കള്ളം പ്രചരിപ്പിച്ചിരുന്നു എന്നാണ് ബി.ജെ.പി. ആരോപിക്കുന്നത്. ബി.ജെ.പി. ഭരണഘടന നശിപ്പിക്കുകയാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇത് തികച്ചും കള്ളമാണ്. അദ്ദേഹം വീണ്ടും ഇതേ നിലപാട് തുടരുകയാണെന്നും ബി.ജെ.പി. ആരോപിക്കുകയുണ്ടായി. അർജുൻ റാം മേഘ്വാൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. അദ്ദേഹം ബി.ജെ.പി. ഭരണഘടന തകർക്കാൻ പോവുകയാണെന്ന് വീണ്ടും കള്ളം പറയുകയാണ്. ഇത് വ്യാജമാണ്. അത് അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾ കമ്മീഷനോട് പറഞ്ഞു. മുന്നറിയിപ്പുകൾ നൽകിയിട്ടും അതിൽ നിന്ന് പിന്മാറാതെ രാഹുൽ ഗാന്ധി ഇത് ചെയ്യുന്നത് പതിവാക്കിയിരിക്കുകയാണ്. ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 353 പ്രകാരം രാഹുൽ ഗാന്ധിക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്ന് തങ്ങൾ ആവശ്യപ്പെട്ടുവെന്ന് അർജുൻ റാം മേഘ്വാൾ വ്യക്തമാക്കി. മഹാരാഷ്ട്രയുടെ ചെലവിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ആപ്പിൾ ഐഫോണുകളും ബോയിംഗ് വിമാനങ്ങളും നിർമ്മിക്കുന്നുവെന്ന് നവംബർ 6-ന് മുംബൈയിൽ നടന്ന തിരഞ്ഞെടുപ്പ് റാലിയിൽ രാഹുൽ ഗാന്ധി പ്രസംഗിച്ചിരുന്നു. ഇതുൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് ബി.ജെ.പി. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പരാതിയുമായി സമീപിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ ബി.ജെ.പിയെയും ആർ.എസ്.എസിനെയും രാഹുൽ ഈ പ്രസംഗത്തിൽ രൂക്ഷമായി തന്നെ വിമർശിക്കുകയും ചെയ്തിരിക്കുന്നു. ഇരുകൂട്ടരും ചേർന്ന് ഭരണഘടന തകർക്കുകയാണെന്നും അതിനെ ഇന്ത്യ സഖ്യം തടയുകയാണെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നു. ഇതൊക്കെയും ബി.ജെ.പിയുടെ പ്രകോപനത്തിന് ഇടയാക്കിയെന്നാണ് കരുതപ്പെടുന്നത്. ബി.ജെ.പിയും ആർ.എസ്.എസും ഒരു വശത്ത് നിൽക്കുമ്പോൾ മറുവശത്ത് ഇന്ത്യ സഖ്യമാണ്. ഒരു ഭാഗത്ത് ഒരുമയുടെയും സമത്വത്തിന്റെയും സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും അംബേദ്കർജിയുടെ ഭരണഘടന നിൽക്കുമ്പോൾ മറുവശത്ത് അത് തകർക്കാനായി ബി.ജെ.പി. ആർ.എസ്.എസ് കൂട്ടായ്മയുമുണ്ട് എന്നും രാഹുൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. യഥാർത്ഥത്തിൽ മഹാരാഷ്ട്ര സംസ്ഥാനം നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിൽ 1-ാം സ്ഥാനത്താണ്. ബി.ജെ.പി. സംഘം തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറഞ്ഞു, രാഹുൽ ഗാന്ധി മഹാരാഷ്ട്രയിലെ യുവാക്കളെ ഇളക്കി വിടുകയാണ്. അത് അപകടകരമാണ്. സംസ്ഥാനങ്ങളും കേന്ദ്രവും തമ്മിൽ വിദ്വേഷമുണ്ടാക്കാനും മഹാരാഷ്ട്രയിലെ ജനങ്ങളും മറ്റ് സംസ്ഥാനങ്ങളിൽ ഉള്ളവരുമായി ഭിന്നിപ്പുണ്ടാക്കാനും രാഹുൽ ശ്രമിക്കുന്നു. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പാലിക്കേണ്ട നിയന്ത്രണത്തെയും മര്യാദയെയും കുറിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ നൽകിയ നിർദ്ദേശവും ബി.ജെ.പി. സംഘം ഓർമ്മിപ്പിച്ചു. മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പ് പോരാട്ടം ശക്തമായി പുരോഗമിക്കവെയാണ് രാഹുലിനെയും കോൺഗ്രസിനെയും ലക്ഷ്യമിട്ട് ബി.ജെ.പി. നിലപാട് കടുപ്പിക്കുന്നത്. നിലവിലെ ഭരണകക്ഷിയാണ് ബി.ജെ.പി. ഉൾപ്പെടുന്ന മഹായുതി സഖ്യം. മറുവശത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ മുന്നേറ്റം ആവർത്തിക്കുകയാണ് കോൺഗ്രസിന്റെയും മഹാവികാസ് അഘാഡിയുടെയും ലക്ഷ്യം.